അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ കർത്താവെ, അപചാരിതവും ആകസ്മികമായ അപകടങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന അപകടങ്ങൾ, അതെല്ലാം അങ്ങയുടെ മക്കളെ അങ്ങ് പരിപൂർണമായി സംരക്ഷിക്കണമെന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേട് നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകുവനെ, മഹോരോഗ്യപ്പെടുത്തിയവനെ, തളർവാരോഗ്യപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവേ, നിന്റെ തിരുനാമം സ്തുതി പറയുന്നു. ഈ പ്രാർത്ഥന ചെല്ലുന്ന ഇടങ്ങളിലെല്ലാവരും രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്വസിക്കുകയും സൗഖ്യമാകുകയും ചെയ്യട്ടെ. കർത്താവെ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, കർത്താവെ, പരസ്പര സ്നേഹമില്ലാതെ കഴിയുന്നവരെ,
ജീവിതം തന്നെ ഭാരമായി തോന്നുന്നവർ, മനസ്സിന് നിരാശ ജീവിക്കുന്നവർ, തൊഴിൽഭാരമില്ലാത്തവർ, തൊഴിൽഭാരത്തോടെ ജീവിക്കുന്നവർ, കർത്താവെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ, അവർക്ക് ഇന്ന് 12 മണിക്കൂറിൽ തീരുമാനമെടുക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു. കർത്താവെ ജീവിത മാർഗങ്ങൾ അറ്റുപോയവർ, മുട്ടിപ്പോയവർ, സാമ്പത്തിക ബാധ്യതകളായും ജീവനടപടികളായും ഭീഷണീയമായ സാഹചര്യം ജീവിക്കുന്നവരെ, കർത്താവെ മക്കളില്ലാത്തവരെ, കർത്താവെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ആ ലക്ഷ്യം നേടാൻ വേണ്ടി രാത്രിയും പകലും പ്രാർത്ഥിച്ചും ഉടമ്പടി ചെയ്തും ഉടമ്പടി കാര്യങ്ങൾ നിർവഹിച്ചുമൊക്കെ ജീവിച്ചു പോകുന്നവർ, കർത്താവെ അവരെല്ലാം ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ യാത്രക്കാരെ ആശീർവദിക്കുന്നു, ഇൻ്റർവ്യൂ ഉള്ളവരെ ആശീർവദിക്കുന്നു, പരീക്ഷക്കാരെ ആശീർവദിക്കുന്നു, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ ആശീർവദിക്കുന്നു. ഉന്നതമായ റിസൾട്ടിനാൽ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ. ഉപരിപഠനത്തിനും ഉപരി ജോലിക്കും ഉപരി യാത്രയ്ക്കും വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിന്നെ വർഷിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കുമാമേൻ. നമ്മൾ ഇന്ന് നോക്കുന്ന വചനം എന്ന് പറയുന്നത്, അവിടുന്ന് നിന്നെ കൈപിടിച്ച് നടത്തും. യെശയ്യാ 42:6. ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവം പറയുന്നത് എല്ലാം കറക്റ്റാണ്. എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യുമെന്നാണ് പറയണത്. നമ്മളായിട്ട് ചെയ്യാൻ നിൽക്കണ്ട. നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, വിശുദ്ധി പാലിക്കണമെന്ന്. ഇപ്പോൾ ഉൽപ്പത്തി 17:1 എപ്പോഴും നമ്മൾ പറയത്തില്ലേ, നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, വിശുദ്ധി പാലിക്കണം, വിശുദ്ധനായിരിക്കണം. അപ്പോൾ അത് ഈ കൈക്ക് പിടിച്ച് നടത്തുമെന്ന് തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവം നമ്മുടെ കൈയെ പിടിക്കുമ്പോൾ നമ്മുടെ കൈ രക്തപങ്കിലമായിരിക്കരുത്. ദൈവത്തിന് കയറി പിടിക്കാൻ പറ്റിയ കൈ ആയിരിക്കണം. ദൈവം കൈക്ക് പിടിച്ച് നടത്തും, പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന പ്രീസപ്പോസിഷൻ എന്താണ്, നമ്മുടെ കൈകൾ ദൈവത്തിന് കയറി പിടിക്കാൻ പറ്റിയതായിരിക്കണം. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ ചെയ്ത എബ്രാഹത്തിനോട് ദൈവം പറയണത്, നീ വാഗ്ദാനം നടക്കുക നിനക്ക് തരും, അത് എൻ്റെ പരിധിപ്പെട്ട കാര്യങ്ങളാണ്. നിൻ്റെ പരിധിപ്പെട്ട കാര്യമുണ്ട്, എന്താണ്, നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, വിശുദ്ധി പാലിക്കണമെന്നൊക്കെ പറയും. അപ്പം അതിനകത്ത് വരുന്ന വിഷയം വെച്ചാൽ, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തുമെന്ന് പറഞ്ഞാൽ, നീ എൻ്റെ കൈ രക്തപങ്കിലുമാണെങ്കിൽ എങ്ങനെ ദൈവം കയറി പിടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ദൈവം നമ്മുടെ കൈക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പരുവപ്പെടലുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങൾക്കൊക്കെ വിധേയപ്പെട്ട്. ഇപ്പം പണ്ടേ ഞാനൊരു അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛൻ്റെ മേടിൽ ചെന്നപ്പോൾ അച്ഛനെ വിളിപ്പിച്ചതാണ്. കാര്യം വെച്ചാൽ പണ്ടത്തെ കൃപാസനം പത്രമുണ്ടേ, 2001 അത് 4 പേജേ ഉള്ളു. അപ്പം അതിനകത്ത് അന്നിരുന്നൊരു ബ്രദറാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെന്തക്കോസ്ത ദിവസം വന്നപ്പോൾ ഞാനൊരിടത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാനവിടെ ഇരിക്കുകയാണ്, എന്തുവാണ്. അപ്പം ഒരു പ്രാവ്, കമ്പ്യൂട്ടറിൽ നിന്നൊരു പ്രാവ് എടുത്തിട്ട് ഈ ബ്രദർ എൻ്റെ തലയുടെ മുകളിൽ പ്രാവിനെ കാണിച്ചത് ചിത്രം കൃപാസനത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വിട്ട്. ബ്രദർ ഒരു ആർട്ട് വർക്ക് ചെയ്തതാണ്. ഈ അച്ഛനെ കൊണ്ടുപിരികി എന്നെ വിളിച്ച്. എൻ്റെ ഞാൻ പറഞ്ഞു, ഇതെന്താ നീ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ദീപത്തെയും കളിക്കുകയാണെന്നൊക്കെ ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. സാറിന് ഇങ്ങനെ അവരവരുടെ വ്യൂസ് പറയുമ്പോൾ എന്തുമാത്രം വിമർശനങ്ങളിലൂടെയാണ് നമ്മൾ വന്നത്. എപ്പോഴും ഞാനൊരു നിലപാടെടുക്കത്തുള്ളൂ. വെറുതെ ആവശ്യമില്ലാതെ എനർജി ഒന്നും ഇങ്ങനെയുള്ള കളയത്തില്ല. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാനത് അറിഞ്ഞിട്ടില്ല കേട്ടാ, അത് ഈ ഓഫീസിൽ ചെയ്യണ കാര്യങ്ങളൊക്കെയാണ് ഇത്. അങ്ങനെ അവർ ചിന്തിച്ച് കാണുകയില്ല. പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അച്ഛൻ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ഛന് മേച്ചപ്പുറത്ത് ഒരു സാധനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ, ഇവിടെ ഇങ്ങനെ, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാനെങ്ങനെ അറിയാത്ത, ഞാനത് വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ അച്ഛനിരുന്ന വേറൊരു പള്ളി ഞാൻ അതിനുശേഷം പാരിഷ് പ്രീസ്റ്റായി. അപ്പോൾ ആ പള്ളിയിൽ നിന്ന് നടത്തണം ഈ അച്ഛനായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ അച്ഛനെക്കുറിച്ച് ഭയങ്കര വിമർശനമാണ്. ആ അച്ഛനടുത്ത് ഞങ്ങൾ കല്യാണത്തിന് പോകുമ്പോഴാ, വേദപാഠത്തിന് പോകുമ്പോഴാ, കണക്ക് തീർക്കാൻ പോകുമ്പോഴാ, അങ്ങനെ പള്ളി പണിയിരിക്കും, ഇഷ്ടികയും അതുപോലെ തന്നെ സിമെൻറ്റൊക്കെ കോരിക്കൊണ്ട്
ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്ന അച്ഛനാണേ. പക്ഷേ അത് പള്ളി പണിയാനൊക്കെ പുള്ളി തന്നെ കൂടും. അങ്ങനെ കുറേ നല്ല സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷേ നമുക്കറിയാമല്ലോ പൗരോഹിത്യം എന്ന് പറയുന്നത് സിമൻറ്റ് കുഴക്കാൻ വേണ്ടിയുള്ള അല്ലല്ലേ മാത്രമല്ല, അതുകൊണ്ട് വേണമെങ്കിൽ ഒരു രസത്തിനെ കൂടാമെന്നല്ലാതെ അത് മെയിനല്ല. അതിൻ്റെ അകത്ത് കർത്താവ് നമ്മളെ സിമൻറ്റ് കുഴക്കാൻ വിളിച്ചല്ലല്ലോ. അപ്പോൾ എല്ലാത്തിനൊക്കെ ഓരോ ലക്ഷ്യങ്ങളില്ലേ. ഈ ആൾക്കാർ വരുമ്പോൾ ഇവർ ആട്ടി ഓടിക്കും എന്ന് പറയും. വൈകുന്നേരം വരാൻ പറയും, ഇങ്ങനെ പണി തീരുമ്പോൾ വരാൻ പറയും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒക്കത്തില്ല, പിന്നെ ഭയങ്കര ഇഷ്യൂ ആകും. ഇങ്ങനെ വേറെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ എന്താ പ്രശ്നം, ചിലർക്ക് നിലപാടാണ്, അവരുടെ ഒരു പ്രയോറിറ്റി കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്നുള്ള രീതിക്കല്ലേ. ഇങ്ങനെ ദൈവത്തിനടുത്ത് പറ്റത്തില്ല. ഞാനിങ്ങനെ എന്ത് വചനമായാലും ശരി, ഞാനിങ്ങനെ പോകത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ഉടമ്പടി ചില അണ്ണന്മാർക്ക് പറ്റിയിരിക്കണതാണ്. ഉടമ്പടി എടുത്തെങ്കിലും ഇവിടെ ഇങ്ങനെ എന്ന് പറയും. എന്താണ്, ഏത് ഉടമ്പടിയായാലും ഞാനിങ്ങനെയൊക്കെ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അവരാണ് ഉടമ്പടിയിൽ പണി മേടിക്കുന്നത്. അതൊക്കെ വെറുതെ വെളുക്കാത്തൊക്കെ ഉണ്ടാക്കുകയാണേ, ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഞാൻ നിൻ്റെ കൈക്ക് പിടിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ കൈ എനിക്ക് പിടിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. ദൈവത്തിനെ നമ്മുടെ കൈയൊക്കെ ഞാൻ നിൻ്റെ കൈക്ക് പിടിച്ച് നടത്തിച്ചാൽ ദൈവം ഇപ്പം ഇപ്പം നിങ്ങൾ കൃപാസനത്തിൽ വരുന്നവരല്ലേ. അപ്പോൾ കൃപാസന വരുമ്പോൾ കൃപാസന എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് നോക്കണം. ദൈവം കൈക്ക് പിടിച്ച് നടത്തിയതാണ്. കൈക്ക് പിടിക്കാവുന്ന രീതിയിൽ ഇപ്പം എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടായി. എനിക്ക് അന്ന് കൊച്ചച്ഛനാകുമ്പോൾ അച്ഛനായിട്ട് ചിലപ്പോൾ ഒരു കൊല്ലം ആയി കാണുമായിരിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ പെങ്ങൾ വിളിച്ച് അമ്മയുടെ നില പരുവക്കേടാണെന്ന് പറഞ്ഞു. കാര്യം ഞാനേ ഉള്ളു ഇതൊക്കെ കേൾക്കാൻ. അതുകൊണ്ട് എന്നോട് പറഞ്ഞ് അമ്മയുടെ നില പരുവക്കേടാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് അവൾ പറയണില്ല. അപ്പം ഞാൻ ദേഷ്യപ്പെടുന്ന കാര്യം പറയണി എന്താണെന്ന് പറ, അമ്മയല്ലേ എൻ്റെ. നമ്മുടെ എപ്പോൾ പറയാം, അമ്മക്ക് ഗർഭപാത്രം ഇറങ്ങി വരികയാണെന്ന്. അപ്പം ഗർഭപാത്രം ഇറങ്ങി വരണപ്പോൾ അത് നിസ്സാര കാര്യമില്ല. അപ്പോൾ ഞാനവിടെ റഷ് ചെയ്ത് വീട്ടിൽ ചെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു പ്രശ്നമില്ല, നമുക്കിത് ആശുപത്രി പോയി എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ്. പക്ഷേ എല്ലാം ശരിയാക്കാന്ന് പറയുമ്പോൾ എൻ്റെ കാശില്ല. അതാണ് എൻ്റെ വിഷയം. കാര്യം ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നല്ല പൈസ വേണം, കുറേ പഥ്യങ്ങൾ വേണം, 90 ദിവസത്തെ വരെ പഥ്യമൊക്കെ വേണം, ശ്രദ്ധ വേണം. എൻ്റെ കാശില്ല. കാശില്ലേന്ന് ചോദിച്ചാൽ കാശുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് എനിക്ക് വണ്ടി വാങ്ങിക്കാൻ കാശ് തന്നായിരുന്നു. ഈ പഴയ ചെറിയ സ്കൂട്ടർ മേടിക്കാൻ വേണ്ടി രൂപതയിൽ നിന്ന്. ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് തന്നാണ്. എന്താ വെച്ചാൽ എനിക്ക് 3 പള്ളി ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഓരോ പള്ളിയും 10 കിലോമീറ്റർ 8 കിലോമീറ്ററൊക്കെ അകലെയായിരുന്നു. ഇപ്പോൾ ഇടവക പള്ളിയിൽ നിന്ന് ഞാനൊക്കെ പള്ളിയിൽ പോകണം. ഇപ്പം ഞാനൊരു BSS സൈക്കിളിനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ BSS സൈക്കിളിന് ഓടി ഒരു പള്ളിയിൽ നിന്ന് ഞായറാഴ്ചക്ക് കഴിഞ്ഞാൽ അടുത്ത പള്ളി ചെല്ലുമ്പോൾ പിന്നെ തിരിച്ചു വന്ന് പിന്നെ 3 മണിക്ക് കാറ്റഗിസത്തിന് വേറെ പള്ളിയിൽ പോയി വരുമ്പോൾ വയറ് അൾസർ പിടിക്കും. 2 മണിക്ക് 2:30 വന്ന് ഊണ് കഴിക്കണത് അപ്പോൾ വേർത്ത് ഒലിച്ച് വരും. അപ്പോൾ എനിക്ക് തോന്നി ഒരു വണ്ടി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവ് വണ്ടി വേണ്ട. അപ്പം അന്ന് രൂപത്തിൽ അങ്ങനെ വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്ന സിസ്റ്റമൊന്നുമില്ല. പിതാവിനോട് പറഞ്ഞ് ഞാൻ കുർബാന തരാം നിങ്ങൾക്ക്, പിന്നെ ഒരു 10 രൂപയും തരാം, നിങ്ങൾ ബാക്കിയുള്ളത് കുർബാനയിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അത് നഷ്ടമാണ് ശരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കന്ന് പൈസ ഇല്ലാതെ കൊണ്ട് ഈ കുർബാന ചൊല്ലിയിട്ട് അതിൻ്റെ ഒരു ദക്ഷിണ കൊണ്ടാണല്ലോ നമ്മൾ ജീവിക്കണത്. അപ്പോൾ ഒരു കഷ്ട ജീവിതമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നാലും കുർബാന അത് കുർബാന മേടിച്ച് 10 പൂർവ്വം ചൊല്ലി അതിൽ നിന്ന് അധികം കിട്ടുന്നില്ല. 6000 രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഈ 16,000 രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങിച്ചു. അപ്പോൾ വണ്ടി വാങ്ങിച്ചില്ല, അതാണ് രസം. അതിൻ്റെ അടുത്ത് കുരിശോനുണ്ട്. ഞാൻ 16,000 രൂപ കൈ ഒപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആണ് ഈ അമ്മയ്ക്ക് അസുഖം വന്നത്. അപ്പോൾ അസുഖം വന്ന് അമ്മയും കൊണ്ട് ഞാൻ അവിടെ ആശുപത്രിയിൽ പോയി, ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. പിന്നെ പെങ്ങൾ അവിടെ നിർത്തി. ഞാൻ വന്നും പോയി നിന്ന് അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മയെ തിരിച്ചു കൊണ്ടുവന്ന് അപ്പോൾ അമ്മയുടെ ഓപ്പറേഷൻ അമ്മ ഹാപ്പിയായി. അത്രയും നമുക്ക് സന്തോഷമായി. ആ കാശെല്ലാം തീർന്നു. കാശ് തീർന്നു വെച്ച് കഴിഞ്ഞാൽ കാശ് തിന്നപ്പോൾ ഞാൻ വന്നിട്ട് അന്ന് നമുക്കിതുപോലെ എൻ്റെ കപ്പേരിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കപ്പേരിനോട് ഞാൻ പറഞ്ഞ് അമ്മയ്ക്ക് ഓപ്പറേഷനാണ്, കാശ് തീരാനായെന്ന് പറഞ്ഞു. അപ്പോൾ കപ്പേരിൻ്റെ കാര്യം മനസ്സിലായി. കപ്പേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ അദ്ദേഹം മരിച്ചുപോയി, ജോസഫ് ചൊങ്ങന്തറ ജോസഫ്. അപ്പോൾ
അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാനോട് ഭയങ്കര ആത്മബന്ധമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പം അച്ഛാ ലേസായിക്ക് അച്ഛന് ഇഷ്ടമാണ്, അച്ഛനത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാൽ മതി, അവൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലെസ ചേച്ചി ഇവിടെ ഇയാളുടെ ഭാര്യ, ഞാൻ ലെസ ചേച്ചി ഹോസ്പിറ്റലാണ് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ലെസ ചേച്ചി ഒരു മാല ഊരി ഇങ്ങോട്ട് തന്നിട്ടും പറഞ്ഞു അച്ഛൻ ഇത് കൊണ്ടുപോയി എന്നാഴ്ച ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കടമില്ലാതെ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടാതെ എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടി. ഞാൻ അമ്മയെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ ഇവിടെ. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും പിതാവിന് അന്നത്തെ ബിഷപ്പിന് ഇതൊന്നും അറിയപ്പെട്ടില്ല. ഞാൻ അമ്മയെ ആശുപത്രി കൊണ്ടുവന്ന് സന്തോഷത്തിന് ഇരിക്കുക. അമ്മ ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങി അമ്മ സന്തോഷമായിരിക്കുമല്ല, വലിയ എന്തോ ആശ്വാസമല്ലേ. പക്ഷേ പെട്ടെന്ന് പിതാവ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു നിങ്ങൾ അപ്പോൾ ഇവിടുന്ന് എന്നെ ഇടവകയിൽ നിന്ന് കുറച്ചുകൂടി സഹായിച്ചായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ സഹായങ്ങളും ഉണ്ടാവുകയെ ഇടവകയ്ക്ക് ഇരിക്കുമ്പോൾ. ഇങ്ങനൊരു വണ്ടി പിടിക്കാൻ കൊടുത്ത കാശിന് വീട്ടിൽ കൊണ്ടു കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ആക്ഷേപം. ഇടവകയിൽ നിന്ന് ആരോഗ്യ രഹസ്യത്തിന് ബിഷപ്പ് ഹൗസ് വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ പേടിച്ച് ഇങ്ങനെ ബിഷപ്പ് ഹൗസ് ചോദിച്ചു പറഞ്ഞു. അപ്പോൾ അച്ഛൻ വണ്ടി വാങ്ങിച്ചാന്ന് ചോദിച്ചു. വണ്ടി വാങ്ങിച്ചത് ഞാൻ പറഞ്ഞു പിതാവേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ആൾക്കാർ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞു, അച്ഛൻ വീട്ടിൻ്റെ കാശ് മുടക്കിയെന്നല്ല പറയണമെന്ന്. എൻ്റെ അടുത്ത് പിതാവ് ക്ഷോഭിച്ചു. ഞാൻ ക്ഷോഭിച്ചില്ല, കാര്യം പിതാവ് ക്ഷോഭിക്കേണ്ടതാണ് ശരിക്കും. അത് കാരണം ക്ഷോഭിക്കാനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. പക്ഷേ ഇതാണ് എൻ്റെ അവസ്ഥ. പക്ഷെ എന്നാലും ഈ ലിസച്ച് തന്ന കാശും എല്ലാം കൂടി എടുത്തിട്ട് കുറച്ച് കടമൊക്കെ വാങ്ങിച്ചിട്ട് 16,000 രൂപ ഒപ്പിച്ച് ഞാനൊരു വണ്ടി വാങ്ങിച്ചു. വണ്ടി വാങ്ങിച്ചെന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ ഇപ്പോൾ കേട്ടച്ചിരി ഒരു M80 ആണ്. ആ വണ്ടിയാണ് പിന്നീട് മീൻ ലോഡ് വണ്ടിയായിട്ട് കേരളം മുഴുവനും കറങ്ങിയത്. പിന്നീട് ഞാൻ മേടിക്കുമ്പോൾ അത് വണ്ടിക്ക് മീൻ വണ്ടിയൊന്നും അല്ലായിരുന്നു, നല്ല വണ്ടിയായിരുന്നു. 86-ലാണ് വണ്ടി ഇറങ്ങണത്, നല്ലവണ്ണം പുള്ളിങ്ങൊക്കെ ഉള്ള വണ്ടിയായിരുന്നു. പക്ഷേ വണ്ടി വാങ്ങിച്ച് ഞാൻ വണ്ടി ഒന്ന് ഓടിച്ചൊക്കെ നോക്കണ സമയത്ത് പിന്നെയും ബിഷപ്പ് വിളിച്ച് എന്താ പറയണത്, നിങ്ങൾക്ക് ട്രാൻസ്ഫറാണ്, ആ വണ്ടി അവിടെ വെച്ചിട്ട് ട്രാൻസ്ഫർ കിട്ടുന്ന പള്ളിക്ക് പോകുമ്പോൾ ആ വണ്ടി പള്ളിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചിരിക്കണമെന്ന് പറഞ്ഞു. പള്ളിക്ക് വേണ്ടി, അല്ല അച്ഛന് സ്വന്തമായിട്ട് വാങ്ങിച്ചിരിക്കണമല്ലെന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുർബാന ഉണ്ട് ഇല്ലേ. അപ്പോൾ എനിക്ക് വേണ്ടി ന്യായമായിട്ടും പറയാം പിതാവ് ഈ വണ്ടി കൊടുക്കത്തില്ല. കാരണം എന്താണ്, ഇതിൽ ഞാൻ കുർബാന ചൊല്ലിയ എൻ്റെ സ്വകാര്യമായ സമ്പത്തിൻ്റെ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പകുതിയോളം 10 രൂപ പിതാവ് ഒന്നാണ്. പിതാവിന് വേണമെങ്കിൽ ആ 10 രൂപ എങ്ങനെയും ഞാൻ സംഘടിപ്പിച്ച് തരാം. അന്ന് സംഘടിപ്പിക്കാൻ പാടാണ്. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക്. പക്ഷേ ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല, അവിടെ കണക്ക് പറഞ്ഞില്ല എനിക്ക്. അതായത് ഞാൻ പിതാവിന് താക്കോൽ കൊടുത്തു. താക്കോലിൻ്റെ വന്നച്ഛന്, ഏത് അച്ഛനാണ് വന്നത് ആ അച്ഛന് താക്കോൽ കൈമാറുമ്പോഴും ഞാൻ ഈ ചരിത്രമൊന്നും അവരോട് പറയത്തില്ല. ബിഷപ്പിനോടും ആ ചരിത്രം പറഞ്ഞില്ല. ബിഷപ്പിനോട് പറയുമ്പോൾ ബിഷപ്പ് ഓർക്കും, അയ്യോ ശരിയാണല്ലോ അച്ഛന് ഞാൻ കുർബാന കൊടുത്തല്ലേ, അച്ഛൻ്റെ പൈസ ആണല്ലോ പകുതി ഉള്ളതെന്ന് വേണമെങ്കിൽ പിതാവിന് വേണമെങ്കിൽ. പക്ഷേ അത് ഞാൻ പിതാവിന് പറഞ്ഞില്ല. പിതാവ് വൺസ് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ താക്കോൽ കൈയേൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ എന്താ വിഷയം, എനിക്ക് തോന്നുന്നത് ഇവിടം തൊട്ടാണ് കർത്താവ് എന്നെ നോട്ടപ്പുള്ളിയാക്കിയത്. ഇന്ന് നമ്മൾ കാണുന്ന കൃപാസനത്തിലൂടെ വരണത് ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് ദൈവം നമ്മുടെ കൈക്ക് പിടിക്കും. ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തുമെന്ന് പറഞ്ഞില്ലേ, ആ ദൈവം നിന്നെ കൈക്ക് പിടിക്കുമ്പോൾ ദൈവത്തിന് പിടിക്കാൻ പറ്റിയ കൈയായിരിക്കണം. കർത്താവിന് അന്ന് മുതൽ എന്നെ നോട്ടപ്പുള്ളിയാക്കി. കാര്യം എല്ലാ ന്യായവും നീതിയും എല്ലാം വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ നോക്കി സംരക്ഷിച്ചു, ഞാൻ ഈ ഇടവകയെ സംരക്ഷിച്ചു, പിതാവിൻ്റെ വാക്ക് കേട്ട് ഞാൻ താക്കോല് കൊടുത്തു. അപ്പോൾ ഇതെന്താ സംഭവം, അന്ന് മുതൽ നമ്മുടെ കയ്യെ പിടിക്കാൻ ദൈവത്തിന് തോന്നും. അന്ന് മുതൽ നയിക്കലാണ്, അന്ന് മുതൽ കൈ പിടിച്ച് നടത്തുന്നതാണ്. പക്ഷേ ഇത് എവിടിൻ്റെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള സമയത്തൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരും. അല്ല പരിശുദ്ധാത്മാവ് ഇടിച്ചതിന് വേണ്ടിയിട്ട് മസ്തക്ക എന്ന് പറഞ്ഞ് വിറസവിലി താഴെ വീണമെന്ന് വരും, അത് അഭ്യാസമാണ്. അതല്ല, യഥാർത്ഥ ക്രിസ്തു ചൈതന്യത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനാണ്. ഞാൻ ഇങ്ങനെ ഒരു കൃപയുടെ വഴികളിലേക്കാണ് പോകണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് ഞാൻ അറിയാതെ തന്നെ എന്നെ കൊണ്ടുപോകുമെന്നാണ് ഞാൻ ഇന്ന് ധരിക്കുന്നത്. ഇന്ന് ഞാൻ ധരിക്കുന്നത് വേറെ കൂടി കാര്യങ്ങളുണ്ട്. എന്താണ്,
അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതേക്കുറിച്ച് ധ്യാനിച്ചിരുന്ന ഒരു മരിയൻ ആധ്യാത്മികതയില്ലേ, അതിൻ്റെയൊക്കെ ആധാരങ്ങളും അടിസ്ഥാന സ്ഥിതികളും പാകണത് ഈ കാലത്താണ്. നിങ്ങൾ ഓർത്തേക്കണം, ഒരു കാര്യം നമുക്ക് നഷ്ടം വന്നാലും നമുക്ക് അനീതിയായിട്ട് തോന്നിയാലും നിങ്ങൾ ദൈവത്തിന് കൂട്ടിച്ചിന്തിക്കുമ്പോൾ എല്ലാം നീതിയായിക്കൊള്ളും. ദൈവത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.